ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ ഓർമാക്സ് മീഡിയയുടെ ദ മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ടോപ്പ് 10 വീണ്ടും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ വർഷവും മാസങ്ങളിലൊക്കെ ആയിട്ട് ഇവർ അനലൈസ് ചെയ്ത് പുറത്തുവിടാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം വന്നതിലെ ടോപ്പ് 10 ഫീമെയിൽ ആക്ട്രസും ടോപ്പ് 10 മെയിൽ ആക്ടേഴ്സും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ചില ആളുകളൊക്കെ ബാക്കിൽ നിന്ന് മുന്നോട്ട് കയറിയിട്ടുണ്ട്, ചില ആളുകളൊക്കെ ഇപ്പോഴും ഫീൽഡിൽ ഉണ്ടോ എന്ന് സംശയമുള്ള ആളുകളുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. നമ്പർ 10 കത്രീന കൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു ഫീൽഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കത്രീന കൈഫിനെ കുറിച്ച് ഞാൻ പേഴ്സണലി ഒന്നും അറിയാതെ പോലും ഇല്ല. സോ അത് എന്റെ അറിവില്ലായ്മയായിരിക്കാം. എന്നാലും കത്രീന കൈഫാണ് 10ാം സ്ഥാനത്ത്. നിങ്ങൾ കത്രീന കൈഫിന്റെ ഏതെങ്കിലും പുതിയ ഫിലിംസോ ഏതെങ്കിലും കണ്ടിരുന്നു? പുതിയതെ, പഴയത് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ടാവും. പുതിയതാണ് ചോദ്യം. അതുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നമ്പർ 9 രശ്മിക മന്ദന. നാഷണൽ ക്രഷ് എന്നെല്ലാവരും അവകാശപ്പെടുന്ന രശ്മിക മന്ദന. നമ്പർ 8 സായി പല്ലവി. എന്നെ സംബന്ധിച്ച് ഈ സായി പല്ലവി നമ്പർ 5ലോ അല്ലെങ്കിൽ 4ലോ ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു നടിയായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ബാക്കിയുള്ള പല ആളുകളും ഈ പാൻ ഇന്ത്യൻ സംഭവത്തിൽ ഉള്ള ആയതുകൊണ്ടായിരിക്കാം അത്രമാത്രം റീച്ച് ഇല്ലാത്തത്. എന്തായാലും നമ്പർ 8 ആണ് സായി പല്ലവി. നമ്പർ 7 ശ്രദ്ധ കപൂർ. ശ്രദ്ധ കപൂർ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ ഉണ്ടല്ലോ, ആ ഹൊറർ സംഭവം, അതൊക്കെ വന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ട് കയറി വന്നതാണ്. നമ്പർ 6 കാജൽ അഗർവാൾ. കാജൽ അഗർവാളും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് എന്തോ ചെറിയ 1-2 സാധനങ്ങൾ പോലീസ് ആയിട്ടുള്ള സാധനമൊക്കെ വന്നു അല്ലാതെ പോരാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഫീൽഡ് ഔട്ട് ആയി എന്നല്ല, കല്യാണത്തിന് ശേഷം മാറി നിൽക്കുകയാണ്. നെക്സ്റ്റ് നമ്പർ 5 5ാം സ്ഥാനത്ത് തൃഷ. സംഭവം തൃഷ അടിപൊളിയാണ്. 5ാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഈ സായി പല്ലവിയിൽ 5 വന്നിട്ട് താഴത്തേക്ക് പോകണമായിരുന്നു. 6ലോ 7ലോ ഒക്കെ തൃഷ വരണമായിരുന്നു. സായി പല്ലവി ആയിരുന്നു വരേണ്ടത്. നെക്സ്റ്റ് നമ്പർ 4 ദീപിക പദുക്കോൺ. പൊതുവെ 2 or 1 സ്ഥാനങ്ങൾ വരെയുള്ള ദീപിക പ്രാവശ്യം 4ാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 4ാം സ്ഥാനത്ത് നയൻതാര ആയിരുന്നു. ഇപ്രാവശ്യം നമ്പർ 3 ആണ് നയൻതാര. നയൻതാര അറിയാലോ, ധനുഷായിട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലാതെ പല വിഷയങ്ങൾ, പല 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 ഗോസിപ്പുകളും, അത് യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. പലതരത്തിലുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം. അപ്പൊ നമ്പർ 3 വന്നതിൽ നോ ഡൗട്ട്. നമ്പർ 2 ആലിയ ഭട്ട്. കഴിഞ്ഞ പ്രാവശ്യം ആലിയ ഭട്ടിനെ ആയിരുന്നു. ഇപ്പോഴും നമ്പർ 2 ആലിയ ഭട്ട് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വന്നേക്ക് അറിയില്ല കേട്ടോ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള റീച്ചുള്ള ആളാണ് ആലിയ ഭട്ട്. ആൻഡ് നമ്പർ 1 വീണ്ടും 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 സാമന്ത. ഈ ഊ അണ്ടവ മാമ ഊ അണ്ടവ മാമക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള കത്തിക്കാരിലാണ് കയറിയിട്ടുള്ളത്. അതിനു മുമ്പും ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു 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 പോപ്പുലാരിറ്റി സാമന്തയ്ക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ഇവിടെ. അത് ഞാൻ അംഗീകരിക്കുന്നു. നമ്പർ 1 ഈസ് സാമന്ത. ഇനി നമ്മൾ മെയിൽ ആക്ടേഴ്സിലേക്ക് വരാം. ആരാണ് പോപ്പുലർ ഇന്ത്യൻ മെയിൽ ആക്ടർ? നമ്പർ 10 സൽമാൻ ഖാൻ. എല്ലാ സമയത്തും ഏതെങ്കിലും ഒന്നിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ 10ലേക്കൊന്നും പോകാറില്ല. 6, 7 അതിലാണ് ഉണ്ടാവാറുള്ളത്. പ്രാവശ്യം 10 ആണ്. അടുത്തത് രാം ചരൺ. പക്ഷെ രാം ചരണിന്റെ എല്ലാ സംഭവം ഇനി നമ്മുടെ ശങ്കറിന്റെ ഗെയിം ചേഞ്ചറിലൂടെ ചവിട്ടി തത്തപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും 10 പോയി 12, 15ലേക്കൊക്കെ വരാൻ ചാൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഏറെ തന്നെ ആയിരിക്കും. ഇതിവിടെ എവിടെ ലിസ്റ്റിലും വരില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കൊണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു പാട്ടും കൂടെ വരാനുണ്ട് ഡേ. അപ്പോൾ അന്ന് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും 15 കോടിയൊക്കെയാണ് മുടക്കിയിട്ടുള്ളത്. അതിന് മാത്രം ഉണ്ടാകുമ്പോൾ നോക്കാം. നമ്പർ 8 സൂര്യ. നടിപ്പിൻ നായകൻ സൂര്യ. സൂര്യ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം 5 ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഇപ്രാവശ്യം 8ലേക്ക് വരാനുള്ള ഒരേ ഒരു കാരണം ശിവ. നമ്പർ 7 മഹേഷ് ബാബു. മഹേഷ് ബാബു പിന്നെ ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയം, കാരണം രാജമൗലിയുടെ കൂടെ വരാനിരിക്കുന്ന സിനിമകൾ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട്. നമ്പർ 6 ഇതെനിക്ക് വിശ്വസിക്കാനാകുന്നേ ഇല്ല, അല്ലു അർജുൻ. അല്ലു അർജുൻ ഇവിടെ കണ്ടാ പോരാ. പുള്ളി എന്റെ അഭിപ്രായത്തിൽ ഇതിൽ 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിർബന്ധമായിട്ട് വരേണ്ട ആളാണ് എന്നാണ് എന്റെ അഭിപ്രായം. അത് എന്തുകൊണ്ട് 6ാം സ്ഥാനത്തേക്ക് പോയി? 6 എന്റെ നെഞ്ചി കളത് തറക്കുന്നുണ്ട്. അത് പോരാട്ടോ. പുഷ്പരാജ്. അതിനോട് ഒക്കില്ല മക്കളെ. നമ്പർ 5 തല അജിത്താണ്. ഞാൻ പറഞ്ഞില്ല, അല്ലു അർജുൻ പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ പോകേണ്ട ആളാണ്. ബട്ട് ഐ ഡോണ്ട് നോ വൈ. എന്തായാലും അജിത്തിന്റെ വരാനുള്ള സിനിമകളുണ്ട്. നമ്പർ 4 ജൂനിയർ NTR. പറഞ്ഞില്ലേ, അല്ലു അർജുനാണ് അവിടെ വരേണ്ടത്. അല്ലു അർജുനേക്കാളും ഭയങ്കര പോപ്പുലാരിറ്റി NTR ഉണ്ടോ ചോദിച്ചാൽ ഒരു പക്ഷേ ദേവരുടെ ട്രോള് കാരണം അതായിരിക്കാം. നമ്പർ 3 ഷാറൂഖ് ഖാൻ. കിങ് ഖാൻ ഷാറൂഖ് ഖാൻ.
കുഴപ്പമില്ല. ഷാറുഖ് ഖാൻ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞും കാര്യമില്ല, പുള്ളി ആ റേഞ്ചിൽ എപ്പോഴും നിൽക്കും. പടം ഉണ്ടെങ്കിലും പടം ഇല്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും പുള്ളി ആ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും. അതിന്റെ ആളാണ് ഷാറുഖ് ഖാൻ. സോ ഷാറുഖ് ഖാനെ നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. നമ്പർ 2 തലപതി വിജയ്. ഇതിനെ ഞാൻ നമ്പർ 1 തുല്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. കാരണം തലപതി വിജയ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 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 പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന്റെ ഒരു ഒരു തമിഴ് നടൻ ഈ രീതിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള റീച്ച് വരാൻ ഇപ്പോഴത്തെ തമിഴക വെട്രിക്കഴകത്തിന്റെ ഒരു അനൗൺസ്മെന്റും അതിന്റെ ഒരു സമ്മേളനവും അതല്ലാതെ വന്നിട്ടുള്ള സിനിമകളും വരാൻ പോകുന്ന തലപതി 69 ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് ഉണ്ട്. അപ്പോൾ വീണ്ടും അത് തെളിയിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു തമിഴ് നടൻ, പക്ഷെ പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ട്, അത്രമാത്രം പോപ്പുലാരിറ്റി ഉണ്ട്, അത്രയും ഫാൻസ് ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴക വെട്രിക്കഴകം അത് ഭയങ്കരമായിട്ടൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ന്യൂസ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം. അത് നടൻ അത്രമാത്രം വലിയ സംഭവം കാണിച്ചു, പ്രത്യേകിച്ച് അവരുടെ ഒരു പരിപാടി വെച്ചതിന് ശേഷം. സോ അത് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പിന്നിലാക്കിയ നമ്പർ 1 താരം ആരായിരിക്കും? നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഇയാളെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. പ്രഭാസ്. അദ്ദേഹം പ്രഭാസണ്ണൻ 1ാം സ്ഥാനത്ത് വന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അറിയാലോ, ബാഹുബലി എന്ന് പറയുന്ന ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് ഓൾറെഡി 1ാം സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളിക്കാരൻ. അതിനുശേഷം എത്ര ഫ്ലോപ്പുകൾ അടുപ്പിച്ച് സാഹോ, ആദിപുരുഷ്, അയ്യോ ഒരു പടം എന്റെ പൂജ ഹെഗ്ഡെന്റെ കൂടെ വന്നൊരു പടത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളത് കണ്ട് സന്തോഷിച്ചവരാണെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ആ പടം, രാധേശ്യാം, എങ്ങനെ മറക്കും. അങ്ങനെ ഇങ്ങനെ വൻ ഫ്ലോപ്പുകൾ ലോക ഉട്ടായ്പ ചളി ചപ്പിളി പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പുള്ളിന്റെ റീച്ച് അതൊരു കോട്ടം തൊട്ടത് ഇങ്ങനെ നിൽക്കണം. വീണ്ടും പാൻ ഇന്ത്യൻ സിനിമകൾ, ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും വലിയ വലുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പടങ്ങൾ ഇറങ്ങി പുള്ളി ആ റീച്ച് തന്നെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു ഡൗട്ട് നമുക്ക് ഇതെങ്ങാനും താഴെ പോകും. പുള്ളി ഒരു ബാഹുബലി ക്യാരക്ടർ അത് എന്ത് തേങ്ങയാണ് ചെയ്തിട്ടുള്ളത് ചോദിക്കുമ്പോഴാണ് മക്കളെ കൽക്കി 2898 സിനിമ വരുന്നു, അതിലെ കോസ്റ്റ്യൂം കാണുന്നു, അയൺമാന്റെ കോസ്റ്റ്യൂം കോപ്പി എടുത്തു പറയുന്നു, അയൺമാൻ 144p എന്ന് വരെ പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ട്രെയിലർ വരുന്നു, ഗംഭീര ട്രെയിലർ, ക്ലിംസ് ഒക്കെ അടിപൊളി. അയ്യോ, അതിനുശേഷം ബുജ്ജി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ അത് ഫേമസ് ആകുന്നു. സിനിമ എന്താവും കണ്ടറിയണം. നാഗശ്വനാണ്, ഓക്കെ, എടുത്തുള്ള സിനിമകളൊക്കെ അടിപൊളിയാണ്. എന്നാൽ ഇത്ര ഒരു ബ്രഹ്മാണ്ഡ സിനിമ പുള്ളി എടുക്കൂ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ. കാരണം നമ്മുടെ മഹാനടിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്, ഓക്കെ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് ആ ലാസ്റ്റ് കർണനാണെന്ന് അറിയുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ട്. മോലെ, കർണൻ ഫാൻസിനൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും, അർജുൻ ഫാൻസിന് അത് കിട്ടാൻ സാധ്യത ഇല്ല. അപ്പോ കർണൻ ഫാൻസിന് എന്തായാലും 100% കർണ അത് ഭയങ്കര തന്നെയായിരുന്നു. ആദ്യത്തെ ഹാഫ് വെറുപ്പിച്ചെങ്കിലും പിന്നെ അങ്ങോട്ട് സ്കോർ ചെയ്തു. ആ കർണനാകുന്ന ഒരൊറ്റ നിമിഷം ആ പടത്തിന്റെ കിട്ടിയിട്ടുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സിനിമയെ കുറിച്ച് പറഞ്ഞങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല, നിർത്തണം അവിടെ. മനഃപൂർവ്വം എന്റെ മനസ്സെന്ന കുതിരയെ ഞാൻ കടിഞ്ഞാട്ട് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അമ്മാതിരി പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ 1 ആയതിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും കുറെ സ്ഥലങ്ങളിൽ ഡൗട്ട് ഉണ്ട്. ഈ അല്ലു അർജുൻ 6ാം സ്ഥാനം ആയതിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ എതിർപ്പ് ഓർമാക്സിനെ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് അപ്പുറത്ത് പോവാണെങ്കിൽ കത്രീന കൈഫൊക്കെ 10 ആണ്, അവിടെ നിൽക്കട്ടെ. എന്നാലും 5ാം സ്ഥാനത്തേക്ക് വരാൻ വേറെയും കുറെ, ശ്രീലീല വരെ ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ്. കയറി വരാമായിരുന്നു. എന്തുകൊണ്ട് കയറിയത്? എന്തേ എന്നും വന്നീല.